അങ്ങനെ ആദർശ് ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദുബായിലേക്ക് പോയ തക്കം നോക്കി തറവാടിന്റെ അധികാരം പിടിച്ചെടുക്കാനും ആദർശിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനും അഭിയും ജലജയും തന്ത്രങ്ങൾ മെനയുകയാണ്. അഭി തന്റെ ദുഷ്ടബുദ്ധി ഉപയോഗിച്ച് ആദർശിനെ അവിടെ വെച്ച് കുരുക്കാനോ അല്ലെങ്കിൽ അപകടപ്പെടുത്താനോ ഉള്ള പ്ലാനുകളൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞു. തറവാട്ടിലെ സമാധാനം കെടുത്താൻ അവർ കരുവാക്കുന്നത് നവ്യയാണ്. നവ്യ ഇപ്പൊ പണത്തിനോടുള്ള ആർത്തിയിൽ അന്ധയായിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുറെ സമ്പാദ്യമുണ്ടാക്കി സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ജ്വല്ലറി തുടങ്ങണമെന്ന് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഇതിനായി തറവാടിന്റെ തന്നെ ശത്രുക്കളായ AK ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോലും അവൾ തയ്യാറായിരുന്നു. അഭി ഇതിനെ പ്രോത്സാഹിക്കുന്നതൊരിക്കലും അവളുടെ നന്മക്കല്ല, മറിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാക്കാനാണ്. ഒരു ദിവസം ഷൂട്ടിങ്ങിന് പോവാനായി ഒരുങ്ങിയിറങ്ങുന്ന നവ്യയും അഭിയെയും മുത്തശ്ശനും മുത്തശ്ശിയും തടഞ്ഞു. എടാ അഭി, നീ ഇവളെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടായി പോകുന്നത്? മുത്തശ്ശന്റെ ചോദ്യത്തിന് വളരെ പുച്ഛത്തോടെയോടെയാണ് അഭി മറുപടി നൽകിയത്. നവ്യ ആവട്ടെ ഹാളിലിരിക്കുന്ന മുതിർന്നവരെ എല്ലാവരെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് തന്നെ അഹങ്കാരത്തോടെ നിന്നു. മുത്തശ്ശി നവ്യയോട് സ്നേഹപൂർവ്വം പറഞ്ഞു, മോളെ നവ്യേ, നീ ചെയ്യുന്ന ഈ പരസ്യങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല. മുൻപ് നീ ചെയ്ത പരസ്യം കാരണം നമുക്ക് ഒരുപാടധികം നാണക്കേടുണ്ടായതാണ്. എന്നാൽ നവ്യ ഈ വാക്കുകളെല്ലാം കേട്ട് തട്ടിക്കയറാണ് ചെയ്തത്. എനിക്ക് പണം ആര് തരുന്നോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തു ജോലിയും ചെയ്യും. അല്ലാതെ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ രാജാക്കന്മാരെയും രാജ്ഞിയെയും പോലെ കൈകെട്ടി നിന്നാലൊന്നും എനിക്ക് പറ്റില്ല. എന്റെ ഭർത്താവിനില്ലാത്ത പരാതി നിങ്ങൾക്കെന്താണ്? നവ്യയുടെ ഈ വാക്കുകൾ തറവാട്ടിലെ മുതിർന്നവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി. ദേവയാനി ഇടപെട്ട് ആദർശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നവ്യ ആദർശിനെ വ്യക്തിഹത്യ ചെയ്യാനും മടിച്ചില്ല. അനഘയോട് ക്രൂരത കാട്ടിയ ആദർശിനെയാണോ നിങ്ങൾ ഇനി ന്യായീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊടുത്തിന് അവൾ എല്ലാവരുടെയും വായടപ്പിച്ചു. ഇതേ സമയം മുറിയിലാണെങ്കിൽ ജലജ തന്റെ മകൾ അവന്തികയുമായി ഗൂഢാലോചന നടത്തുകയായിരുന്നു. അവന്തികയോട് ഉടനെ തന്നെ നാട്ടിലേക്ക് വരണമെന്നും അനന്തപുരിയിലെ ഭരണം കയ്യിലെടുക്കണമെന്നുമാണ് ആഗ്രഹം. അമ്മേ, ഞാൻ വന്നിട്ട് ആദർശേട്ടനെ അങ്ങ് കല്യാണം കഴിച്ചാലോ? എങ്കിൽ നമുക്ക് നയനയും അവളുടെ കുഞ്ഞിനെയും അവിടെ നിന്നങ്ങ് കെട്ടുകെട്ടിക്കാം. പിന്നെ ഈ സാമ്രാജ്യം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കും. അവന്തികയുടെ ഈ ബുദ്ധി കേട്ട് ജലജ ആവേശത്തിലായി. നയന ഗർഭിണിയാണെന്നോ ചന്തുമോൾ ഉണ്ടെന്നോ ഉള്ളതൊന്നും അവർക്കൊരു തടസ്സമല്ലെന്നും അവന്തിക പറഞ്ഞു. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി വൈകി മടങ്ങി വീട്ടിലേക്കെത്തിയ നവ്യയെ സ്വീകരിച്ചത് കുടുംബത്തിലെ എല്ലാവരുടെയും ഗൗരവമേറിയ മുഖങ്ങളാണ്. അഭിയാവട്ടെ മുറിയിൽ സുഖമായി കിടന്നുറങ്ങുന്നു. നവ്യ തനിയെ വൈകി വന്നതിനെ ദേവയാനി ചോദ്യം ചെയ്തു. ഇത്രയും രാത്രി നീ എവിടെയായിരുന്നു നവ്യെ? മുത്തശ്ശനും മുത്തശ്ശിയും നിനക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. നവ്യയുടെ ധിക്കാരം വീണ്ടും അങ്ങ് അവൾ പുറത്തെടുത്തു. അവൾ മുത്തശ്ശിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു. നിങ്ങൾ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ആദർശ് ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? നവ്യയുടെ അഹങ്കാരം അതിരിവിടുമ്പോൾ മുത്തശ്ശൻ പൊട്ടിത്തെറിച്ചു. അദ്ദേഹം ആ ഭയങ്കരമായ സത്യം അങ്ങ് വെളിപ്പെടുത്തി. നിർത്തടി നിന്റെ അഹങ്കാരം. നവ്യെ, നീ ആദർശിനെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ? നീ ഏത് അഭിയെയാണോ വിശ്വസിക്കുന്നത് അവൻ തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. അനഘയെ ചതിച്ചതും ആ പാവം പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയതും ആദർശല്ല, അത് നിന്റെ ഭർത്താവ് അഭിയാണ്. ആദർശ് ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ കുടുംബമെല്ലാവരും ഇത്രയും കാലമായിട്ട് ആദർശിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിന്നെ ഒരിക്കലും ഈ ഒരു സത്യം അറിയിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണിത് തുറന്നു പറയാതിരുന്നത്. നിന്റെ അഹങ്കാരം കൂടി വരുന്നു. അതുകൊണ്ട് നീ സത്യം അങ്ങ് മനസ്സിലാക്കിക്കോ. നിന്റെ ഭർത്താവ് തന്നെയാണ് അനഘയെ ചതിച്ചത്. അവൾക്കൊരു കുഞ്ഞുണ്ടാക്കി കൊടുത്തതും നിന്റെ ഭർത്താവാണെന്ന് ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറയാണ് മുത്തശ്ശൻ. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ നവ്യ ആകെ സ്തംഭിച്ചു നിന്നു. ഇല്ല, നിങ്ങൾ എന്നെ ചതിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതിന് എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? നവ്യയുടെ ചോദ്യത്തിന് മറുപടിയായി നയന ആ ഒരു DNA ടെസ്റ്റ് റിസൾട്ട് അവളുടെ കയ്യിൽ അങ്ങ് കൊടുത്തു വെച്ചു. അബിയുടെയും ചന്തുമോളുടെയും DNA ടെസ്റ്റ് പൊരുത്തപ്പെടുന്നു എന്ന സത്യം കറുത്ത മഷിയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ നവ്യയുടെ ലോകം മുഴുവൻ കീഴ്മേൽ മറിയുന്നത് പോലെ അവൾക്ക് തോന്നി. തന്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം ഇതറിഞ്ഞിട്ടും തന്റെ ദാമ്പത്യം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മറച്ചുവെച്ചത് എന്ന് നവ്യക്ക് അറിഞ്ഞപ്പോൾ സഹിക്കാനായില്ല. താൻ ഇത്രയും കാലം ഒരു ചതിയനെയാണ് സ്നേഹിച്ചത് എന്നും നിരപരാധിയായ ആദർശിനെ വേദനിപ്പിച്ചത് എന്നും ഓർത്തപ്പോൾ നവ്യ പൊട്ടിക്കരഞ്ഞു. അവൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി മുത്തശ്ശി. ഞാൻ എല്ലാവരെയും ഒരുപാടധികം വേദനിപ്പിച്ചു. ഉടനെ തന്നെ അവൾ ആശുപത്രിയിലേക്ക് പോയിട്ട് അനഘയെ കണ്ടിട്ട് മാപ്പ് ചോദിച്ചു. അനഘയെ ഡിസ്ചാർജ് ചെയ്ത് നവ്യ തന്നെ അനന്തപുരിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അനഘയെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ജലജ കുറെ അധികം കലിതുള്ളി. നവ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാ നവ്യ നീ ഈ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആദർശിന്റെ അവിഹിതത്തെ ഇവിടെ താമസിപ്പിക്കാനൊന്നും ഈ വീട്ടിൽ പറ്റില്ല. ഇത് കേട്ട നവ്യ ഒരു സിംഹത്തെ പോലെ ജലജയ്ക്ക് നേരെ തിരിഞ്ഞു. ഒരക്ഷരം മിണ്ടിപ്പോവരുത് നിങ്ങള്.
നിങ്ങളുടെ മകൻ അബിയുടെ കുഞ്ഞു തന്നെയാണ് ചന്തുമോള്. അനഘയെ ചതിച്ചത് ആദശേട്ടനൊന്നല്ല, നിങ്ങളുടെ സ്വന്തം മകൻ അബി തന്നെയാണ്. നിങ്ങളുടെ വളർത്തുദോഷം. നിങ്ങളാണ് അവനെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത്. നിങ്ങളുടെ വളർത്തുദോഷം തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ടു. നവ്യയുടെ ഈ രൗദ്രരൂപം കണ്ടുകൊണ്ട് തന്നെ ജലജ ഭയന്ന് വിറച്ചു. അബി ആവട്ടെ മറുപടി ഒന്നും തന്നെ പറയാനില്ലാതെ തല താഴ്ത്തി നിന്നു. ഇനി ഈ തറവാട്ടിൽ അനഘക്കും കുഞ്ഞിനും ഞാൻ കാവലുണ്ടാവും. ചതിയനായ അബിയുടെ ഭാര്യ എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ അനഘക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. നവ്യയുടെ ഈ ഒരു മാറ്റം അനന്തപുരിയിൽ ഒരു വലിയ പുതിയ വെളിച്ചം തന്നെ കൊണ്ടുവന്നു. ആദർശിനെ അവിടെ ഇട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് അബി കുറേയധികം നാടകങ്ങളൊക്കെ കളിച്ചുവെങ്കിലും അതെല്ലാം തന്നെ പാളിപ്പോവാണ്. മുത്തശ്ശൻ ഇടപെട്ടുകൊണ്ട് തന്നെ അതിവിദഗ്ധമായിട്ട് ആദർശിനെ അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു കൊടുചതി ആദർശിനോടും അതുപോലെ കമ്പനിക്കെതിരായിട്ട് ചെയ്തതെല്ലാം തന്നെ അബിയാണ് എന്ന സത്യമെല്ലാം തന്നെ മുത്തശ്ശൻ തിരിച്ചറിയുന്നുണ്ട്. എന്നാലും നവ്യയെ ഓർത്തുകൊണ്ട് മാത്രമായിരിക്കട്ടെ മുത്തശ്ശൻ അതെല്ലാം തന്നെ ക്ഷമിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾക്കെല്ലാം ശേഷം ആദർശ് തിരികെ അനന്തപുരി വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അബിയുടെയും ജലജയുടെയും മുഖംമൂടികളെല്ലാം തന്നെ അഴിഞ്ഞു വീണ് കഴിഞ്ഞു. നവ്യ ഇപ്പോൾ സത്യത്തിന്റെ പാതയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനന്തപുരി തറവാടിന്റെ ഉമ്മറത്ത് നവ്യ തുടങ്ങിവെച്ച ആ അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജലജയെയും അബിയെയും വിറപ്പിച്ചുകൊണ്ട് തന്നെ നവ്യ എടുത്ത തീരുമാനങ്ങൾ തറവാടിന്റെ ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. നവ്യയുടെ വാക്കുകൾ കേട്ട് അബി ആകെ തകർന്നുപോയി. അതുവരെ നവ്യ തന്റെ വരുതിക്ക് നിർത്താമെന്ന് കരുതിയ അബിക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ പഴയ പാവം നവ്യയല്ല. അവൾ അബിയുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, അബി, നിന്നെ വിശ്വസിച്ച എനിക്ക് തെറ്റുപറ്റിപ്പോയി. സ്വന്തം ചോരയെ അവിഹിതമെന്നും ശത്രു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ നീ എനിക്ക് ഇങ്ങനൊരു അവസരമുണ്ടാക്കി തന്നല്ലോ. നിന്റെ പാപങ്ങൾക്ക് നീ തന്നെ സമാധാനം പറയേണ്ടി വരും. അനഘയെ തറവാട്ടിലെ ഒരു പ്രധാന മുറിയിൽ തന്നെ നവ്യ താമസിപ്പിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയുടെ ഈ ഒരു മാറ്റത്തിൽ അഭിമാനം കൊണ്ടു. ജലജയും അബിയും തറവാടിന്റെ മൂലയിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടി. എന്നാൽ ജലജ അപ്പോഴും അടങ്ങിയിരുന്നില്ല. തന്റെ മകൾ അവന്തിക വരുന്നതും കാത്ത് അവർ പിന്നെയും കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവന്തിക വിദേശത്തു നിന്നും അനന്തപുരി തറവാട്ടിലേക്കെത്തി. ജലജ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവന്തിക വന്ന ഉടനെ തന്നെ നയനയെയും അനഘയെയും ലക്ഷ്യം വെച്ചു തുടങ്ങി. അവൾ ആദർശിനെ ഫോണിൽ വിളിച്ച് സ്നേഹം അഭിനയിക്കാൻ തുടങ്ങി. ആദർശ് ദുബായിൽ നിന്നും തിരിച്ചെത്തുന്ന ദിവസങ്ങൾക്കായി എല്ലാവരും കാത്തിരുന്നു. അങ്ങനെ ആദർശ് തറവാട്ടിൽ തിരിച്ചെത്തിയ ദിവസം തന്നെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടി. ആദർശ് വരുന്നതും കണ്ട് അവന്തിക ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആദർശ് അവളെ അവഗണിച്ചുകൊണ്ട് തന്നെ നയനയുടെ അടുത്തേക്ക് ചെന്നു. നയനയുടെ കണ്ണുകളിലെ തെളിച്ചം കണ്ടപ്പോൾ തന്നെ ആദർശിനെന്തോ മാറ്റം സംഭവിച്ചതായി തോന്നി. അപ്പോഴാണ് നവ്യ അനഘയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് അത് കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ തന്നെ നവ്യ പറഞ്ഞു, ആദർശേട്ടാ, നിങ്ങളൊക്കെ ഞാൻ ഒരുപാടധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും കാരണം ഞാനാണ്. മാപ്പ് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലെങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് അബിയുടെ ചതികൾ ഓരോന്നോരോന്നായിട്ട് നവ്യ ആദർശിനു മുന്നിൽ തുറന്നു പറഞ്ഞു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ ആദർശ് അബിയുടെ നേരെ തിരിഞ്ഞു. അബി ആകെ ഭയന്ന് വിറച്ചു. ജലജ മകനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവന്തികയുടെ ചതികളും നയന തെളിവ് സഹിതം തന്നെ പുറത്തു കൊണ്ടുവന്നു. അന്നേരം മുത്തശ്ശൻ ഗർജിച്ചു, ഈ തറവാടിന്റെ പടിയിറങ്ങേണ്ടത് ദേ ഈ ചതിയന്മാരാണ്. അബി, നീ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായി അനഘയുടെയും ചന്തുമോളുടെയും ഭാവി നീ ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ ഈ അനന്തപുരിയിൽ നിനക്കിനി ഒരിക്കലും സ്ഥാനമുണ്ടാവില്ല. സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം നവ്യ അബിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ തന്നെ തീരുമാനിച്ചു. അവൾ അനഘയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ജലജയും അബിയും അവന്തികയും തറവാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. നയനയും ആദർശും നവ്യയും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ അനന്തപുരിയുടെ ആ ഒരു പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. ചന്തുമോൾക്കൊടുവിൽ തന്റെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിലും തന്നെ സ്നേഹിക്കാൻ വലിയൊരു കുടുംബം തന്നെ ഉണ്ട് എന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ അനന്തപുരിയിൽ സമാധാനത്തിന്റെ നിലവിളക്കുകൾ വീണ്ടും തെളിഞ്ഞു. നവ്യ മുൻകൈയെടുത്തുകൊണ്ട് തന്നെ ജലജയും അവന്തികയും അബിയും അവിടെ നിന്നും പുറത്തായതോടുകൂടി തന്നെ പിന്നീട് വരാൻ പോകുന്നത് നല്ല സംഭവ വികാസങ്ങളായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.